നമുക്ക് ഊട്ടിയിൽ പോകാം. ഊട്ടിയിൽ കാളിദാസൻ ദേവദത്തം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കാളിദാസൻ, എങ്ങനെയാണ് ഊട്ടിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ? കൊട്ടിക്കലാശത്തിന്റെ ആവേശം ഊട്ടിയിൽ എത്രത്തോളമുണ്ട്? ജനങ്ങളുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? മുന്നണികളൊക്കെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകുന്നത്. നേരത്തെ മനേഷ് മൂർത്തി പറഞ്ഞതുപോലെ തന്നെ DMK സംബന്ധിച്ച് അവരുടെ മഹാസഖ്യത്തിന് വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട്. എങ്ങനെയാണ് ഊട്ടിയിലെ ജനങ്ങൾ ഈ കൊട്ടിക്കലാശ ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുന്നത്? GK, ഊട്ടിയെ സംബന്ധിച്ച് ഒരു ടൂറിസം കേന്ദ്രമാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ അത്രത്തോളം ചൂടായതുകൊണ്ട് നിരവധി മലയാളികളൊക്കെ ഊട്ടിയിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു തണുപ്പ് അനുഭവിക്കാനായി മാത്രം എത്തുന്ന കുറേ മലയാളികളുണ്ട്. പക്ഷേ ഇവിടെ ഈ തണുപ്പിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂട് നല്ലോണം ഉണ്ട് എന്നുള്ളത് തന്നെ പറയണം. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് പ്രചരണങ്ങളൊക്കെ അങ്ങനെ കൊഴുത്തു വരുന്നേ ഉള്ളൂ. കാരണം പല ഭാഗങ്ങളിലേക്ക് അവർ കൊടികളൊക്കെ ഒരുക്കുന്നു, അവർക്ക് വണ്ടികളിലുള്ള ബാനറുകളൊക്കെ കിട്ടുന്നു. നമുക്കറിയാം തമിഴ്നാട്ടിൽ അങ്ങനെ ബാനറുകളൊന്നും അങ്ങനെ പൊതുനിരത്തിൽ അങ്ങനെ വെക്കാൻ പറ്റില്ല, പോസ്റ്ററുകൾ ഒട്ടിക്കാൻ പറ്റില്ല. കൊടികൾ വെക്കാൻ പോലും കൃത്യമായ അനുമതി വേണം. ഇത്ര അനുമതിയുള്ള കൊടികൾക്ക് മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കുറേ നിയന്ത്രണങ്ങളുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നും. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി സ്ഥാനാർത്ഥികളൊക്കെ ഈ ഒരു ടൗൺ ഭാഗത്തേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ 11 മണിയോടുകൂടി തന്നെ കോൺഗ്രസ് DMK പിന്തുണയുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി B. രാമചന്ദ്രന്റെ പ്രചരണം ടൗണിലേക്ക് എത്തും. വലിയ രീതിയിലുള്ള അണികളുണ്ട്. നമുക്കറിയാം GK പറഞ്ഞ പോലെ തന്നെ ഈ DMK നേതൃത്വം നയിക്കുന്ന മഹാസഖ്യത്തിന്റെ വിജയമാണ് DMK സംബന്ധിച്ച് വലിയ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത്. എന്നാൽ AIDMK സംബന്ധിച്ച് നോക്കുകയാണ്, നീലഗിരി മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ AIDMKയുടെ പിന്തുണയോടുകൂടി ഇവിടെ BJP ആണ് മത്സരിക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഇവിടുത്തെ ഭയങ്കര സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. BJPക്ക് ഇവിടെ സ്ട്രോങ് ഹോൾഡ് ഉണ്ട്. ഏറ്റവും ഒടുവിലെ തെരഞ്ഞെടുപ്പിൽ പോലും 5000 വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതീക്ഷകൾ AIDMKയുടെ ഭാഗത്തുനിന്നും BJPയുടെ ഭാഗത്തുനിന്നും പറയുന്നു. ഇതൊന്നുമല്ലാതെ തന്നെ വിജയ് വലിയ മുന്നേറ്റം നടത്തൂ, വിജയ് മുഖ്യമന്ത്രിയാകുമെന്നുള്ള തരത്തിലുള്ള പ്രതീക്ഷകളും പങ്കുവെക്കുന്നു TVK അണികൾ, TVK പ്രവർത്തകർ ഒക്കെ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു പാർട്ടിയുടെയും കൂടി പറയുകയാണെങ്കിൽ സീമാൻ, പഴയ സിനിമാ പ്രവർത്തകനായിട്ടുള്ള സീമാന്റെ നാം തമിഴർ കച്ചിക്കും വലിയ സ്വാധീനമുണ്ട്. ഇവർക്കെല്ലാം കൃത്യമായി അവരുടേതായ സ്വാധീനമുള്ള മേഖലകളുണ്ട്, സ്വാധീനമുള്ള വോട്ട് ബാങ്ക് ഉണ്ട്. അതോടൊപ്പം നമ്മൾ ആ ഒരു വോട്ട് ബാങ്കിൻ്റെ അല്ലെങ്കിൽ വോട്ട് സ്വാധീനത്തിൻ്റെയൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള പല സാമുദായിക വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ തന്നെ TVKയ്ക്കൊപ്പം നിൽക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രാദേശിക തലത്തിൽ സംസാരിച്ചതിന് ശേഷം വ്യക്തമായത്. എന്തായാലും പ്രചരണം അല്പസമയത്തിനുള്ളിൽ കൊഴുകുകയാണ്, ടൗണിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ ടൗൺ പ്രദേശത്ത് ഗതാഗതക്കുരുക്ക് സാധാരണ രൂക്ഷമാകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. 11 മണിയോടുകൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥി B. രാമചന്ദ്രനെത്തും. അതിനുശേഷം 12 മണി 1 മണിയോടുകൂടി തന്നെ ടൗൺ ഏരിയയിലേക്ക് BJP സ്ഥാനാർത്ഥി, AIDMK പിന്തുണയുള്ള BJP സ്ഥാനാർത്ഥി ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരും. M. ഭോജരാജാണ് BJP സ്ഥാനാർത്ഥി. അങ്ങനെ ഓരോരുത്തരുടെ ചേട്ടാ யாரு ஜெயிப்பாங்க? யாருன்னு சரியா நம்மளுக்கு தெரியாது. யார் ஜெயித்தா? DMK தான் சொல்லிட்டுருக்காங்க. DMK அப்படின்னு சொல்லிட்டு இருக்காங்க. அப்படியே சொல்லிட்டு இருக்காங்க. ഓ, അപ്പം അതാണ് ഇങ്ങനെ ഓരോ പ്രതീക്ഷകളാണ്. ഈ നാട്ടുകാരാണ്, ഈ ഒരു പ്രദേശവാസികളാണ് DMK ജയിക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെയാണ് ആ ചേട്ടൻ പങ്കുവെക്കുന്നത്. അങ്ങനെ ഒരുപാട് നമ്മൾ കേട്ടൊരു ചിലരോട് ചോദിക്കുമ്പോൾ TVK വിജയിയെ ജയിക്കുകയുള്ളൂ എന്നുള്ള പറയുന്ന ചില പ്രവർത്തകരെയൊക്കെ തന്നെ കണ്ടു. അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഊട്ടിയിൽ തണുപ്പിനോടൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും പ്രചാരണ ദിവസം, പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ദിവസവും കൊണ്ടുപിടിച്ച് മുന്നണികൾ അവരുടെ അവസാന മണിക്കൂറിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.